ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് കുറേ ഫ്രൂട്ട്സ് ആക്രാന്തം മൂത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഫുഡൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡ് നല്ലപോലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എങ്ങനെയും കഴിച്ച് അങ്ങനെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സായിപ്പന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടാറ്റു അടിക്കാൻ കേട്ടോ. ടാറ്റു അടിക്കാൻ പോയി. അവിടെ പെർമനൻ്റ് ആയിട്ടുണ്ടെന്ന് ടെമ്പററി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടിച്ചത് ടെമ്പററി ആയിട്ടോ. വീട്ടിൽ കയറ്റുമല്ലോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ട്. ഈ ഫുഡും എനിക്കിഷ്ടപ്പെട്ടില്ല, ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ബിരിയാണിയിൽ മൊത്തം ജീരകമൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടിബറ്റൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വലിയ മാർക്കറ്റാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ, അല്ലാതെ ഇവിടെ നമുക്ക് അത്രയും എമൗണ്ട് കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ് എല്ലാ സാധനത്തിനും. അപ്പോൾ ഞാൻ അവിടുന്ന് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ബാഗിനാണ് നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 1000 റുപ്പീസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളവിടെ പറ്റിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കറിയത്തില്ല അവിടുത്തെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ.